ബ്യൂണസ് ഐറസിലെ മോണിമെന്റൽ സ്റ്റേഡിയം ഗാലറിയിൽ 80,000-ലധികം കാഴ്ചക്കാർ. മത്സരം തുടങ്ങിയത് മുതൽ തീരും വരെ തളരാത്ത ആവേശത്തിൽ ഗാലറി ആർത്തിരമ്പണമെങ്കിൽ സ്വാഭാവികമായും പച്ചപ്പുൽ മൈതാനത്ത് ആരായിരിക്കും? അവരുടെ മിശിഹ അല്ലാതെ മറ്റാര്? സൈന്യമോ ആയുധങ്ങളോ ഇല്ലാതെ ലോകം ജയിച്ചവൻ ലയണൽ മെസ്സി. പക്ഷേ നിറകണ്ണുകളോടെയാണ് വെനസ്വേലയ്ക്കെതിരായ മത്സരത്തിന് മോണിമെന്റൽ സ്റ്റേഡിയത്തിലേക്ക് മെസ്സി ഇറങ്ങിയത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപക്ഷെ കളിച്ചു വളർന്ന ജന്മനാട്ടിൽ നീലയും വെള്ളയും അണിഞ്ഞ് ഇനി അവനൊരു കളിയാവേശം തീർക്കാനാവില്ല. അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള അവസാന ഹോം മത്സരം. വെനസ്വേലയെ മുട്ടുകുത്തിച്ച് മെസ്സിയുടെ വൈകാരികമായ വിടവാങ്ങൽ. വെനസ്വേലയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന തോൽപ്പിച്ചത്. 8 തവണ ബാലൻഡിയോർ ജേതാക്കളായ അർജന്റീനയുടെ സ്വന്തം മണ്ണിലെ അവസാന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 3-ൽ 2 ഗോളുകളും ഫുട്ബോൾ ദൈവം ലയണൽ മെസ്സിയുടേതായിരുന്നു. 39-80 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. 8 തവണ ബാലൻഡിയോർ ജേതാക്കളായ അർജന്റീനയുടെ സ്വന്തം മണ്ണിലെ അവസാന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 3-ൽ 2 ഗോളുകളും ഫുട്ബോൾ ദൈവം ലയണൽ മെസ്സിയുടേതായിരുന്നു. 39-80 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. ലൗറ്റോറോ മാർട്ടിൻസിന്റേതായിരുന്നു 3ാമത്തെ ഗോൾ. ഇതിനകം തന്നെ 2026 ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളിൽ 38 പോയിന്റുമായി അർജന്റീന ലോകകപ്പ് കളിക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. മറുവശത്ത് തെക്കേ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് വെനസ്വേലയ്ക്ക് 18 പോയിന്റാണുള്ളത്. ഇക്വഡോറും ബ്രസീലും 25 പോയിന്റുകളുമായി ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട്. ഉറുഗ്വേയും പരഗ്വേയും 24 പോയിന്റുകൾ വീതവും കൊളംബിയ 22 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. 18 പോയിന്റുള്ള വെനസ്വേല ലോകകപ്പിലെ ആദ്യ പ്രവേശനം ലക്ഷ്യമിട്ട് മത്സരത്തിൽ തുടരുന്നു. എന്തായാലും സെപ്റ്റംബർ 4-ന്റെ ശ്രദ്ധ മത്സരത്തിനേക്കാൾ ഉപരി അർജന്റീനയുടെ വിജയത്തെക്കാളും മെസ്സിയിലായിരുന്നു. മത്സരത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മെസ്സി തന്നെ മത്സരത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് വളരെ പ്രത്യേകതയുള്ളൊരു മത്സരമായിരിക്കും, കാരണം ഇത് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരമാണ്. അതിനുശേഷം സൗഹൃദ മത്സരങ്ങൾ ഉണ്ടാകുമോ അതോ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഓഗസ്റ്റ് 27-ന് ഒർലാൻഡോ സിറ്റിക്കെതിരായ ഇന്റർ മയാമി ലീഗ് കപ്പ് സെമിഫൈനൽ വിജയത്തിന് ശേഷം ആപ്പിൾ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. വർഷങ്ങളായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സി ശ്രദ്ധേയമായ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. 193 മത്സരങ്ങളും 31 ഗോളുകളും. അർജന്റീനയുടെ ഏറ്റവും അവിസ്മരണീയമായ പ്രകടനങ്ങളിൽ ചിലത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2022-ലെ ഖത്തറിലെ ലോകകപ്പ് വിജയം അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിന്റെ കൊടുമുടിയായിരുന്നു. ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം തന്നെ ഉറപ്പിച്ചു. സെപ്റ്റംബർ 9-ന് ഇക്വഡോറിനെതിരെ നടക്കുന്ന അർജന്റീനയുടെ അടുത്ത യോഗ്യതാ മത്സരത്തിൽ മെസ്സി കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ മത്സരം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തായിരിക്കും. താരത്തിന്റെ ഭാര്യയും 3 കുട്ടികളും ബന്ധുക്കളും ഒക്കെ ഈ ഒരു മത്സരം കാണാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരമാണെങ്കിൽ അർജന്റീനയുടെ സമീപകാല ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു വിഖ്യാത അധ്യായത്തിന് തിരശീല വീഴുകയാണ്. ഇത് അർജന്റീനിയൻ മണ്ണിലെ തന്റെ അവസാന യോഗ്യതാ മത്സരമായിരിക്കുമെന്ന് മെസ്സി സ്ഥിരീകരിച്ചിട്ടുമുണ്ടായിരുന്നു. നിറകണ്ണുകളോടെയാണ് ഇത്തവണ ബ്യൂണസ് ഐറസിലെ മൈതാനത്ത് മെസ്സി ഇറങ്ങിയത്. ഇതിഹാസങ്ങൾ പലരുണ്ടാവാം, പക്ഷേ മിശിഹ ഒന്നേയുള്ളൂ. അനിവാര്യമായ വിരമിക്കലിന് വെളിപ്പാടകലെ നെഞ്ചെടുപ്പ് തുടങ്ങി ലോകമെമ്പാടുമുള്ള ആരാധകർക്ക്.